കല്യാണം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അയാൾ അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും. ഞാനൊരു മഹാപാപിയായി മാറും. പക്ഷെ എന്റെ ചേട്ടൻ എല്ലാരെയും പറ്റിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയതിന്റെ ഞെട്ടൽ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഞാനും അതേ തെറ്റ് ചെയ്ത അതിലും വലിയ മഹാപാപ. ഞാൻ എന്താ ചെയ്യാ? എന്റെ കൃഷ്ണ. ചേച്ചിയുടെ മനസ്സിലുണ്ട് കല്യാണം എന്ന സ്വപ്നം. ടൗണില് ജോലി ചെയ്ത് കുറെ പൈസ സമ്പാദിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തി തരുന്ന ഞാൻ ചേച്ചിക്ക് വാക്ക് നൽകിയതാ. പാറുമോള് കടങ്ങള് വീട്ടിൽ തീർക്കുന്ന സമാധാനത്തില അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നത്. അതെല്ലാം മറന്ന് ഞാൻ എങ്ങനെയാ നന്ദനെ കല്യാണം കഴിക്കുക? അച്ഛനെയും അമ്മയും ചേച്ചിയെ കുറിച്ചാണ് ഓർക്കേണ്ടത്, അതോ എന്നെ സ്നേഹിക്കുന്ന? നാളെ ഞാൻ കല്യാണത്തിന് തയ്യാറായില്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നന്ദനെ കുറിച്ചാണ് ഓർക്കേണ്ടത്. ആലോചിച്ച് തല പെരുക്കോ. ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ജെന്നിഫറിനോടും ആയിഷയോടും മീരയോടും ഒക്കെ പറഞ്ഞ അവർക്ക് എന്റെ വിഷമം മനസ്സിലാവണമെന്നില്ല. കുടുംബത്തെ കുറിച്ച് ഓർത്താ മതിയെന്ന അവരെപ്പോഴും പറയാ. അപ്പൊ നന്ദനോ? അയാളുടെ ജീവന് വിലയില്ലേ? അതൊന്നും അവര് ഓർക്കില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കുന്ന ആരോടെങ്കിലും വേണം ഞാനിതൊക്കെ പറയാൻ. ആരോടാ ഞാൻ പറയാ? ജയന്തി ചേച്ചി, വേണ്ട. ജയന്തി ചേച്ചി അത് മോഹൻ ചേട്ടനോടും സൗന്ദര്യോടും ഒക്കെ പറയും. അവരും പറയും വീട്ടിലുള്ളവരെ കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന്. എനിക്ക് എന്റെ വീട്ടിലുള്ളവരെയും വേണം. നന്ദനൊരു ആപത്തും സംഭവിക്കാനും പാടില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് അതാ എനിക്കറിയേണ്ടത്. ആരോടാ ഞാനൊന്ന് ചോദിക്ക? ജയൻ ചേട്ടൻ ആരെന്ത് വിഷമം പറഞ്ഞാലും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ പ്രിയൻ ചേട്ടന് പ്രത്യേകം എടുക്കൊണ്ടെന്ന ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും സാവിത്രി ചേച്ചിയും ഒക്കെ പറയുന്നത്. നന്ദനെ പിന്തിരിപ്പിക്കാൻ പ്രിയൻ ചേട്ടന് കഴിയും. പ്രിയൻ ചേട്ടനോട് തന്നെ പറയാം. നന്ദനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പക്ഷേ അവന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ മുക്ത സമ്മതിക്കുന്നില്ല. അവനെക്കുറിച്ച് എന്തെങ്കിലും വിട്ടു പറയാൻ കരുനാഗവും തയ്യാറല്ല. അവൻ കാരണം 2 പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതവനെ അന്വേഷിച്ചു വന്നയാൾ പറഞ്ഞ കണക്ക് അതിൽ കൂടുതലുണ്ടോ? അയാൾ പറഞ്ഞതുപോലെ കമ്പനിയിലുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ അവൻ നോട്ടം വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആര്? അവൻ ജോലി രാജിവെച്ചത് എന്തിന്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി അവൻ കാരണം ഒരു പെൺകുട്ടിക്കും ഒരു ആപത്തും വരാൻ പാടില്ല. അയ്യോ, ഫോൺ ഓഫായി പോയല്ലോ. ചേട്ടൻ എടുക്കുന്നില്ലല്ലോ. എടുക്കുന്നില്ല. ഞാൻ 100 തവണ വിളിച്ചാലും ചേട്ടൻ ഫോൺ എടുക്കില്ല. എന്നോട് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും. ഞാനിനി ആരോടാ ചോദിക്കുക എന്റെ കൃഷ്ണ?